കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഒരു ഓണക്കാലം കൂടി ചരിത്രത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമായി മാറുന്നു. ഓണത്തിൻ്റെ ആഘോഷങ്ങൾക്കിടയിൽ ഓണം ബലിയായി തീർന്ന ഒരാൾക്കുള്ള സ്മൃതി പൂജയാണ് എന്ന് നാം മറന്നുപോകുന്നു. 1000 ആട്ടിൻപറ്റങ്ങളിൽ ഒന്നിനെ നൽകുന്നതല്ല ബലി. ഹൃദയത്തോട് ചേർത്ത് പിടിച്ച എന്തിനെയോ വേണ്ട എന്ന് വയ്ക്കുവാനുള്ള സ്നേഹത്തിൻ്റെ ബലമാണ് യഥാർത്ഥ ബലി. കൊടുത്ത വാക്ക് നിറവേറ്റുവാനായി വാമനാവതാരത്തിൻ്റെ മുമ്പിൽ ബലിയായി തീരുന്ന മഹാബലി. ഈ ബലിയിലൂടെ അസുരനായ മഹാബലി എല്ലാ സുരന്മാർക്കും മേരാളായി മാറുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലും അനേകം പേർ ബലിയായി തീരുന്നുണ്ട്. പഴയ നിയമത്തിലെ ജോസഫും മോറിയ മലയിലേക്ക് പോയ അബ്രഹാമും തൻ്റെ മക്കളുടെ പാപങ്ങളെ മോചിക്കുവാൻ സ്വയം ബലിയായി തീർന്ന ക്രിസ്തുവും നമ്മെ പഠിപ്പിക്കുന്നത് ഈ ബലിയായി തീരുവാനായിട്ടാണ്. ഒരു പുരുഷൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും ഒരു യുവതി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും ഒരാളെ പുരോഹിതനായി വിളിച്ച് അടുപ്പിക്കുന്നതും ഒക്കെ ഒരർത്ഥത്തിൽ ബലിയായി തീരുവാനായിട്ടാണ്. ഇന്ന് ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ ശേഷമുള്ള 2ാമത്തെ ഞായറാഴ്ചയാണല്ലോ. ഇന്ന് പിതാക്കന്മാർ നമുക്കായി ക്രമീകരിച്ചിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് ഏവൻഗേലിയോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളാണ്. ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ പിതാവാൻ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുവാൻ 3 ദൃഷ്ടാന്തങ്ങളിൽ കൂടി ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? അപ്പത്തെയും കല്ലിനെയും കുറിച്ച് ചിന്തിക്കുക. അപ്പം എന്നത് ദഹിക്കുന്ന ഒന്നാണ്, എന്നാൽ കല്ല് ദഹിക്കുവാൻ പ്രയാസമുള്ള ഒരു വസ്തുവും. അപ്പം ശരീരത്തിന് പോഷകമൂല്യം പ്രദാനം ചെയ്യുന്നുവെങ്കിൽ കല്ല് ശരീരത്തിന് ഹാനികരമാണ്. ഇന്ന് നാം സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നത് കല്ലിൻ്റെ അവസ്ഥയിലുള്ള കാര്യങ്ങളാണ്, അതായത് മറ്റുള്ളവർക്ക് ദഹിക്കുവാൻ പ്രയാസമുള്ളത്. മക്കൾ മാതാപിതാക്കളോട് ചെയ്യുന്നതും സമൂഹം അശരണരോടും ദരിദ്രരോടും സ്ത്രീകളോടും ചെയ്യുന്നതും കല്ലിൻ്റെ അവസ്ഥയിലുള്ള കാര്യങ്ങളല്ലേ? പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പത്രമാധ്യമങ്ങളിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്ക് താലിബാന്റെ കയ്യേറ്റത്തെ നമ്മൾ കാണുന്നത് ഏറെ ദുഃഖത്തോടെയായിരുന്നു. ഇവിടെയൊക്കെ നാം ഓർക്കേണ്ടത് നമുക്ക് നല്ല ദാനങ്ങളെ നൽകിയ ദൈവമുണ്ടെന്ന ബോധ്യമാണ്. അപ്പത്തിനായി നാം യാചിക്കുമ്പോൾ കല്ല് തന്ന് നമ്മെ ചതിക്കുന്നവനല്ല ദൈവം എന്ന ബോധ്യമാണ്. 2ാമതായി, മീനിനെയും പാമ്പിനെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ മീൻ എന്നത് ഒരു ആവൃത്തിക്കുള്ളിൽ ജീവിക്കുന്ന ഒന്നാണ്. ഇതിന് ഒരു പരിധിക്കപ്പുറമുള്ള സ്വതന്ത്ര സഞ്ചാരം സാധ്യമല്ല. എന്നാൽ പാമ്പിന് നിശ്ചിതമായൊരു ആവൃത്തിയില്ല, അതിന് സ്വതന്ത്രമായ ഒരു സഞ്ചാരം സാധ്യമാണ്. എവിടെയും പോകാം, അതായത് പരിധിക്കപ്പുറമുള്ള സഞ്ചാരം അതിന് ഉണ്ട്. ഇന്നത്തെ ലോകം തിരഞ്ഞെടുത്തിരിക്കുന്നതും പാമ്പിൻ്റെ ഈ സ്വതന്ത്ര സഞ്ചാരമാണ്. ദൈവം നൽകിയ പരിധികളെ എല്ലാം ലംഘിച്ചുകൊണ്ടുള്ള യാത്ര. അത് സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആഡംബരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സുഖലോലുപതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള പരിധികളെ ലംഘിക്കുമ്പോഴാണ് പലപ്പോഴും കടബാധ്യതകളും ആത്മഹത്യയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പെട്ടുപോകുന്നത്. പാമ്പും അപകടത്തിൽപ്പെടുന്നത് പരിധിക്കപ്പുറമുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുമ്പോഴാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന പരിധിക്കുള്ളിൽ നിന്ന് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുവാൻ പഠിപ്പിക്കുന്നത്. 3ാമതായി, മുട്ടയും തേളിനെയും കുറിച്ചുള്ള ചിന്ത. മുട്ട എന്നത് ഒരു പുതു സൃഷ്ടിക്ക് തുടക്കം കുറിക്കുന്ന ഒന്നാണ്. അതെ, ഒരു പുതുജീവൻ നാം വിടുന്ന ഒന്ന്. എന്നാൽ തേൾ വിഷം കുത്തിവെക്കുന്ന ഒന്നാണ്. സൃഷ്ടിയുടെ തുടർന്നുള്ള ജീവിതത്തിന് തടസ്സമായിരിക്കുന്ന ഒന്ന്. പലപ്പോഴും ആധുനിക ലോകം ഈ തേളിൻ്റെ അവസ്ഥയിലാണ്. ദൈവം സൃഷ്ടിച്ച സകലത്തിനും ഭീഷണിയായിരിക്കുന്ന ഒരവസ്ഥ. അത് മനുഷ്യനോടായിക്കൊള്ളട്ടെ, പക്ഷി മൃഗാദികളായിക്കൊള്ളട്ടെ, വൃക്ഷലതാദികളോടായാലും സകലത്തിനെയും ഉന്മൂലനം ചെയ്യുന്ന അവസ്ഥ. ഇവിടെ മുട്ടയുടെ അവസ്ഥയിലേക്ക്, അതായത് ജീവന്റെ സമൃദ്ധിയിലേക്ക്
ഈ ഓണനാളുകളിൽ നമുക്ക് എത്തുവാനായിട്ട് സാധ്യമാകുമോ എന്നുള്ളത് ചിന്തിക്കുക. തേളിനെ പോലെ സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ വിഷം കുത്തിവെക്കുന്നവരായി തീരാതെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ നമ്മൾ തയ്യാറാവണം. ഈ കല്ലും പാമ്പും തേളും ആധുനിക മനുഷ്യൻ്റെ പ്രതീകങ്ങളാണ്. മറ്റുള്ളവരുടെ ജീവനും ജീവിതത്തിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്ന്. ഇവിടെ അപ്പവും മീനും മുട്ടയുമായി നമുക്ക് രൂപാന്തരപ്പെടുവാനായിട്ട് സാധ്യമാകണം. കാരണം ഇത് പോഷകമൂല്യവും ഒരു പുതിയ ഊർജവും പ്രദാനം ചെയ്യുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അത്തരത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നന്മയുടെ അനുഭവത്തിലേക്ക് വളർന്നു വരുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.